Dear parents, very good morning to you. Sudhir Balachandran, Nakshatra Preschool for Little Wonders, പാലക്കാട് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 year ആയി കഴിഞ്ഞു ആൻഡ് ദർ ആർ 2 divisions ഓൾറെഡി ഗോയിങ് ഓൺ ആൻഡ് ദ ചിൽഡ്രൻ ഹു ആർ ടേക്കൻ കെയർ, അവർ ഇൻഡിവിജ്വൽ കെയർ അറ്റൻഷൻ ഒക്കെ കൊടുക്കുന്ന സ്കൂളാണത്. സ്കൂളിനെ പറ്റി ഞാൻ സംസാരിക്കുക. പക്ഷേ ഫസ്റ്റ് നമുക്കൊരു ടെലിഫോണിക് കോൾ വരും. ഞങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല സ്കൂളിനെ പറ്റിയിട്ട്. അപ്പോൾ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും പറഞ്ഞാൽ ഗൂഗിൾ നോക്കിയിട്ട് നമ്മൾ വിളിക്കാറുള്ളത്. ബിക്കോസ് ഞങ്ങൾ കുട്ടികളെ അഡ്വർടൈസ് ചെയ്തിട്ട് എടുക്കണം എന്ന് നമുക്ക് ആഗ്രഹപ്പെടുന്നില്ല. പേരൻസിന് അവരുടെ കുട്ടികളെ നല്ലൊരു മെച്ചോർഡ് ആസ് വെൽ ആസ് കൾച്ചേർഡ് സ്കൂളിൽ ഇവിടെ നിന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുവന്ന് കുട്ടികൾ ഇവിടെ ആക്കി കഴിഞ്ഞാൽ നമ്മളവർ മാറ്റിയിട്ട് അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഡേ കെയർ സെൻ്റർ ആണോ എന്നാണ്. അപ്പോൾ പേരൻസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് മോഡേൺ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡേ കെയറിനെക്കാട്ടിലും കൂടുതൽ അവർ പ്രീ സ്കൂൾസാണ് അധികം പ്രിഫർ ചെയ്യുക. ഡേ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സ്ഥലങ്ങളിൽ അവരെന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ദേ അപ്പോയിൻറ്റ് സം അൺസ്കിൽഡ് സെമി സ്കിൽഡ് ആയമാരൊക്കെ ഉണ്ടാവും. കുട്ടികളെ ബാത്റൂമിൽ പോവുക, അല്ലെങ്കിൽ കഴുകി കൊടുക്കുക, കൊണ്ടുവരിക, അവരാണ് അത് നടത്തുന്നത്. ബേസിക്കലി ഒരു ഓണർ ഉണ്ടാവും, ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം എടുക്കും, ഏതെങ്കിലും മുകളിലോ ചോട്ടിലോ ഏതെങ്കിലും സ്ഥലം എടുത്തിട്ട് കുട്ടികളൊക്കെ രാവിലെ കൊണ്ടുവിടുക. വർക്കിംഗ് പേരൻസ് ജോലിക്ക് പോവുക, കുട്ടികളെ വീട്ടിൽ നോക്കാൻ ആളില്ല, അവർ അവിടെ നോക്കാൻ പറ്റും. അതാണ് ഈ ഡേ കെയറിൻ്റെ ഒരു മെയിൻ അർത്ഥം ആൻഡ് ഡേ കെയറിൻ്റെ മെയിൻ മോട്ടീവ് ഓഫ് റണ്ണിങ് ദാറ്റ് സ്കൂൾ. The child doesn't learn anything from there, because that's only taking care of the child. Now, if the child has to learn something in such kind of schools and all, it's called as a preschool. Preschool nu vandittu the different education undu. The teachers are trained for preschool. 1.5 വയസ്സ് 2 വയസ്സ് നോക്കുന്ന ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യും. That is postgraduate diploma in child care, postgraduate diploma in child psychology, then postgraduate diploma in nursery and Montessori teaching, postgraduate diploma in kindergarten. ഇതൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മോണ്ടേസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ബോർഡും ബ്ലാക്ക് ബോർഡും 4 ചെയറിട്ടിട്ട് നമ്മൾ മോണ്ടേസറി പഠിപ്പിക്കണം, അങ്ങനെയല്ല. മോണ്ടേസറി പറഞ്ഞാൽ പ്ലേ ബൈ മെത്തേഡാണ്. ഭയങ്കരമായിട്ട് ടോയ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് ടോയ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പഠിപ്പിക്കുക, അതൊക്കെയാണ് മോണ്ടേസറി പറഞ്ഞാൽ ടീച്ചേഴ്സിന് ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോയ്സ് ഒന്നും കാണത്തില്ല. വി ഡോണ്ട് ഹാവ് സച്ച് കൈൻഡ് ഓഫ് തിങ് ആൻഡ് ഓൺലി ഒരു മേക്ക് ഗുഡ് അറേഞ്ച്മെൻറ്റിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യാറുള്ളത്. വി ഓൺലി ഡു ഇറ്റ് ഫോർ ഒരു ടീച്ചർമാർ വരുന്നു, ടീച്ചർമാർക്ക് ഒരു സർട്ടിഫിക്കറ്റ് വരുന്നു, ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുത്ത് കുറച്ച് കോഴ്സ് തുടങ്ങി നടത്തി, അങ്ങനെയല്ല ഈ മോണ്ടേസറിയുടെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പോൾ മൈ വൈഫ് ഹാസ് ഡൺ ദിസ് പർട്ടിക്കുലർ കോഴ്സ് ഫ്രം പൂനെ. അപ്പോൾ അവൾ പറയായിരുന്നു ദാറ്റ് പർട്ടിക്കുലർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് 10,000 rupees ആയിരുന്നു ഒരു മാസത്തിന് ഫീസ് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇവിടെ പറയുമ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. സോ ആ സ്കൂളിൽ പ്രൊഡ്യൂസ് ചെയ്ത ടീച്ചേഴ്സിൻ്റെയൊക്കെ ആ എക്സ്പെർട്ടൈസും എക്സ്പീരിയൻസും ക്വാളിറ്റി വിൽ ബി സോ ബാഡ്, ദേ വിൽ നോട്ട് ബി ഏബിൾ ടു. പ്രീ സ്കൂളിൽ കുട്ടികളെ കൊണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം നോക്കേണ്ടത് അവിടുത്തെ ടീച്ചേഴ്സിനെയാണ്, അവരേത് കുടുംബത്തിൽ നിന്നാണ്. ബിക്കോസ് കുട്ടികൾ പഠിക്കുന്നത് കൾച്ചറാണ്, കുട്ടികൾ പഠിക്കുന്നത് ലാംഗ്വേജാണ്, കുട്ടികൾ പഠിക്കുന്നത് പെരുമാറ്റമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെ പെരുമാറുക, അവർ ഏത് കുടുംബത്തിൽ നിന്നാണ്, ഏത് ഫാമിലിയിൽ നിന്നാണ്, വാട്ട് ഡു ദേ റെപ്രസെൻറ്റ്, അവരുടെ ഭാഷ എന്താണ്, ഹൗ ഡു ദേ സ്പീക്ക്, ഹൗ ഡു ദേ പ്രസൻറ്റ്, ഓൾ ദീസ് തിങ്സ് ഡയറക്ട്ലി ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ യുവർ ചൈൽഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിനിഞ്ഞാന്നൊരു വീഡിയോ ഞാൻ കൊടുക്കുകയായിരുന്നു. കുട്ടികൾ സ്കൂളിൽ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാഷയാണ് അവർ പഠിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് സ്കൂളിൽ അയച്ചാലും ദ ചൈൽഡ് ഹസ് പിക്ഡ് അപ്പ് ദറ്റ് ഓട്ടോവാലാസ് ലാംഗ്വേജ്, സ്ലാങ്. Then what is the need for sending your child to a good school when he is already picking up the roadside language of an auto driver? Similarly, ഒരു സ്കൂളിൽ പോകണമെങ്കിൽ there if the teachers are very polished, for example ഇവിടെ ടീച്ചിങ് മറ്റെന്താ പറയുക, ഫുഡ് ഹാബിറ്റ്സ് പഠിപ്പിക്കും, ടോയ്ലറ്റ് മാനേഴ്സ് പഠിപ്പിക്കും, ബെഡ് മാനേഴ്സ് പഠിപ്പിക്കും, ഓർഗനൈസിങ് സ്കിൽസ് പഠിപ്പിക്കും. You can see the way they are keeping their bags, the way they are keeping opening the tiffin, the way they are arranging their shoes, the way they are arranging the books, the way they sit, the way they interact, the way they develop the team spirit among the other children and all. ഡേ കെയർ അല്ല, പ്രീ സ്കൂളാണ്. ദ ഏജ് ഈസ് 1.5. പക്ഷേ ഇവിടെ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും, ഡെവലപ്പ് ചെയ്യും ആൻഡ് കുട്ടികൾക്ക് കുറേ നോളജ്, ഷേപ്സ്, ആൽഫബറ്റ്സ്, കളേഴ്സ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, ആനിമൽസ്, അതൊക്കെ ട്രെയിനിങ് ഇപ്പോൾ തന്നെ കൊടുക്കും. ആൻഡ് ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ്. വി ഡോണ്ട് യൂസ് ലോക്കൽ ലാംഗ്വേജ് ബിക്കോസ് ആ ലാംഗ്വേജ് ഫ്യൂച്ചറിൽ അവർക്ക് ഭയങ്കരമായിട്ട് ബാധപ്പെടും. ബിക്കോസ് വെൻ ദേ ഗ്രോ അപ്പ് ഇൻ ദ ലാഡർ, the textbooks are in English and that everything is in English, and when you don't have their intelligence developed in English language, they will face huge trouble in understanding what somebody is teaching them. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ മോഡ് ഓഫ് ഡെലിവറി, ദ മോഡ് ഓഫ് പ്രസൻറ്റേഷൻ, മോഡ് ഓഫ് ടീച്ചിങ്, മോഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ കിഡ്സ് ഈസ് ഇംഗ്ലീഷ്. സ്കൂളിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പ്ലീസ് ഡു നോട്ട് കോൾ us as ഡേ കെയർ. ഡേ കെയർ ഈസ് ഓൺലി മേക്കിംഗ് മണി ബൈ കീപ്പിംഗ് യുവർ ചിൽഡ്രൻ ദെയർ. ഒരു വീട് വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലം മുകളിൽ വല്ല വെയർ ഹൗസിൻ്റെ മുകളിൽ ഒരു ഗോഡൗൺ മറ്റത്തെ സ്ഥലം ഞാൻ കണ്ടിട്ട് കുറേ സ്കൂൾ മെയിൻ റോഡ് ഹൈവേയിൽ വല്ല മുകളിൽ സ്ഥലം എടുത്തിട്ട് അതിൽ കുറേ ഷീറ്റൊക്കെ ഇട്ട് മൂടി കുറേ കുട്ടികളെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തുക, 5-6 ആൾക്കാരെ ആയമാരെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തുക. അല്ല, we teach, we have got books for the preschool, we have got a classroom, dedicated teachers who have got international experience and they know how to handle it. So this is something so different.
1.5 വയസ്സ് മുതൽക്ക് 2-3 വയസ്സ് വരെയൊക്കെ പ്രീ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അവരെ നമ്മൾ ഇരുത്തും. മോർണിംഗ് 9 മണി മുതൽക്ക് വൈകുന്നേരം 4-5 മണി വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ ആ കംപ്ലീറ്റ് സമയങ്ങളിൽ അവർ വല്ലതും പഠിക്കും. 3-4 മാസങ്ങളിൽ ആ കുട്ടികളിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം തോന്നും. പേരൻസ് ഈ 3 വയസ്സ് വരെ നിങ്ങൾ ഏതെങ്കിലും കുട്ടികളെ സാധാരണ ഡേ കെയറിൽ നിങ്ങളുടെ ആശ്വാസത്തിന് നിങ്ങളുടെ സൗകര്യത്തിനുകൊണ്ട് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്നത് അവിടുത്തെ രീതി, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒരു ഗുണങ്ങൾ, ക്യാരക്ടേഴ്സാണ് അവർ പഠിക്കുക. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ആ വയസ്സിന് കഴിഞ്ഞ ശേഷം ആ കുട്ടിയെ രണ്ടാമത് പഠിപ്പിക്കാൻ നോക്കിയാൽ കുട്ടി പഠിക്കത്തില്ല. ബിക്കോസ് പോയ സമയം തിരിച്ചു വരില്ല. കഷ്ടമുണ്ടെങ്കിലും ട്രൈ ടു സെൻഡ് ദ ചിൽഡ്രൻ ഇൻ എ വെരി ഗുഡ് കൾച്ചേർഡ് സ്കൂൾ. കൾച്ചേർഡ് സ്കൂൾ പറഞ്ഞാൽ തിരക്കുള്ള സ്കൂളല്ല. കൾച്ചേർഡ് സ്കൂൾ പറഞ്ഞാൽ ബിൽഡിങ്ങും ലൈറ്റും ബസ്സും കാറും ഒന്നുമില്ല. അത് ആർക്ക് വേണമെങ്കിൽ പൈസക്കാരനെ മേടിച്ചെടുക്കാൻ പറ്റും. കൾച്ചർ, മാനേഴ്സ്, എറ്റിക്കേറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ഈസ് സംതിങ് വിച്ച് യു ഡെവലപ്പ്. നമ്മളത് ഡെവലപ്പ് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ. അതുമായിട്ട് ഒരു പൊസിഷനിൽ ജോലി എടുക്കണം, അതുമായിട്ട് കുടുംബത്തിൽ നമ്മൾ വരണം. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ പൈസ കൊണ്ട് വാങ്ങിക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ പൈസ കൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ദേ കനോട്ട് യൂസ് ഇറ്റ്. സോ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡേ കെയർ സെൻറ്റർ ആൻഡ് എ പ്രീ സ്കൂൾ. അപ്പോൾ പ്രീ സ്കൂളിൽ 1.5 വയസ്സേ കുട്ടി വരും. പക്ഷേ ആ 1.5 വയസ്സേ കുട്ടി 3 വയസ്സാകുമ്പോഴേക്കും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. സംസാരം, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഹാബിറ്റ്സ്, നോളജ്, ഇൻ്റലിജൻസ്. ബിക്കോസ് ഈ ബ്രെയിൻ ദൈവം തന്നിട്ടുണ്ടല്ലോ, ഇത് ഡെവലപ്പ് ചെയ്യുന്ന വയസ്സ് 1.5 മുതൽക്ക് 6 വയസ്സാണ്. ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഡിനറി ഡേ കെയറിൽ കൊണ്ട് കുട്ടിയെ തള്ളിയാൽ ആ ബ്രെയിൻ എന്തായാലും ഡെവലപ്പ് ആവില്ല. പ്രിമിറ്റീവ് മാതിരി ആയിരിക്കും കുട്ടി. ആൻഡ് ഷീ ഓർ ഹീ വിൽ ഓൾവേസ് സ്ട്രഗിൾ for getting an understanding whenever he or she attends any classes in future when he or she is going to school or any kind of education institutions. So my earnest request